ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുജി എന്നുള്ളിൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ഒരു പാർട്ടി വെയർ ഫ്രോക്കായിട്ടാണ്. അപ്പോൾ ഇത് നെറ്റ് ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്ച്ചിട്ട് എടുക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ക്ലോത്തുകൾ പരിചയപ്പെടാം. അപ്പോൾ രണ്ട് നെറ്റ് ഫ്രോക്കിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് വർക്കുള്ള ഒരു നെറ്റ് ടൈപ്പാണ് വരുന്നത്. ഇത് ഒരു ഗിൽട്ട് വർക്ക് ഉള്ളത്. പിന്നെ അതുപോലെ പ്ലെയിൻ നെറ്റാണ് വരുന്നത്. പിന്നെ അതിലേക്ക് നമുക്ക് ലൈനിങ് ആയിട്ട് മെയിൻ ലൈനിങ് ആയിട്ട് നമ്മുടെ സാറ്റിൻ ക്ലോത്താണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കോട്ടൻ്റെ വൈറ്റ് ലൈനിങ്ങും എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഷെഫ് നെറ്റും എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ക്ലോത്തുകളായിട്ട് വേണ്ടത്. നമ്മൾ ഫസ്റ്റ് ആയിട്ട് അടയാളപ്പെടുത്തുന്നത് നമ്മുടെ കോട്ടൺ ലൈനിങ്ങിലാണ്. അപ്പോൾ ഇതിനെ 4 ഭാഗമായിട്ട് മടക്കി വെക്കുകയാണ് ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത്. ഇത് നമ്മൾ ഇതിൻ്റെ ബോഡി പാർട്ടാണ് ഫസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. 10 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നെക്കിന് 2 ഇഞ്ച് വീതി ഇവിടെ എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് 4.5 ഇഞ്ച് നമുക്ക് ഷോൾഡർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമുക്ക് അടിയിലേക്ക് ഏകദേശം ഒരു 4.5 ഒരു റേഞ്ചിൽ നമുക്ക് ഹാം ഹോളിനെ വരക്കാം. പിന്നെ ഇത് ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ശേഷം നമുക്ക് ആം ഹോൾ വരച്ചിട്ട് എടുക്കാം. എന്നിട്ട് ഇതേ ഇവിടെ നമ്മളൊരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ലൈനിങ്ങിൻ്റെ ഇതിൽ അടയാളപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നെറ്റിൽ നമ്മളിത് ഫോൾഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റിൽ കിട്ടൂല. അപ്പോൾ ഇത് നെറ്റൊക്കെ ഞാൻ 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാറ്റിനും ക്ലോത്തും 4 ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുകളിലായിട്ടാണ് നമ്മുടെ കോട്ടൺ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. നമ്മുടെ സാറ്റിൻ ക്ലോത്ത് അതുപോലെ നമ്മളെ വർക്കുള്ള നെറ്റിൻ്റെ ക്ലോത്തും അതുപോലെ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് 3 ഇഞ്ച് ലെങ്ത്താണ് നമ്മുടെ നെക്കിന് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇവിടെ നമ്മളൊരു 3 ഇഞ്ച് എടുത്തിട്ട് ഇത് നമ്മളിവിടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കുകയാണ്. ഇത് ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട് നമ്മുടെ നെക്കിൻ്റെ ഈ ഒരു ഭാഗത്ത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. ശേഷം നമുക്ക് ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ബാക്ക് നെക്കല്ല കുറച്ച് താഴേക്ക് ഇറങ്ങിയിട്ട് നമ്മൾ റൗണ്ട് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവിടെ നിന്നിട്ട് ഒരു 1.5 ഇഞ്ച് ഇത്രയും സ്പേസിൽ 1.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഇവിടെ ഒരു മൂടി വെച്ചിട്ട് ഇത് ഇവിടെ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്തിട്ട് വരച്ച് കൊടുക്കാം. ഇതേ കണ്ടില്ല, ഇവർക്ക് പാകമായിട്ടുള്ള ഒരു മൂടി എടുത്തിട്ടാണ് ഞാൻ ഇത് അടയാളപ്പെടുത്തിയിട്ട് വരച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ ബാക്ക് ഭാഗം മാത്രം എടുത്തിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നെക്ക് രണ്ടും ഫസ്റ്റ് ഇതിൽ നിന്ന് നമ്മൾ ഈ മാർക്ക് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് ഫ്രണ്ട് പാർട്ടിലെ 3 പീസ് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്ക് പാർട്ടിലെ 3 പീസും മാറ്റി വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ടിലത്തെ 3 പീസും മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാക്ക് ഭാഗത്ത് ഞാൻ പിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. ആ പിൻ ചെയ്ത് വെക്കുന്നത് എല്ലാം എന്തുകൊണ്ടും പറയാലോ നല്ലതാണ്. കാരണം പീസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി പോകാതിരിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് കിട്ടുന്നത്. ഫസ്റ്റ് സാറ്റിൻ ക്ലോത്ത് വെച്ച് അതിന് മുകളിൽ നെറ്റ് വെച്ചിട്ട് അതിന് മുകളിൽ നമ്മൾ കോട്ടൺ ലൈനിങ് വെച്ചിട്ടാണ് ഇത് ഈ ഒരു മാർക്കിലൂടെയാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. സെൻറ്ററിൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഞാൻ ഒന്നിങ്ങനെ ഒരു കോളം വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ വന്നിട്ട് ഇതിലൂടെ ഇങ്ങനെ അവസാനിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് സെൻറ്റർ ഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊക്കെ ഒന്ന് സ്റ്റിച്ചിൽ തട്ടാതെ എല്ലായിടത്തും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ഈ സെൻറ്റർ ഭാഗത്തിലൂടെ കട്ട് ചെയ്യാം. ശേഷം നമുക്ക് ഇതേ ഈ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു എല്ലാ ഭാഗത്തിൻ്റെ ഇവിടെ കൂടെ നമ്മൾ നല്ലൊരു ഷേപ്പിൽ ഇത് മറിച്ചെടുക്കാനുള്ളതാണ്. കഴുത്തടിക്കുമ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും നമ്മൾ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു പെർഫെക്ഷനിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇനി നമ്മൾ ഇത് ബാക്ക് ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും അടിഭാഗത്ത് വരിക നമ്മുടെ കോട്ടൺ ലൈനിങ്, അതിന് നേരെ താഴെ സാറ്റിൻ ക്ലോത്ത്, പിന്നെ നമ്മുടെ നെറ്റ് ക്ലോത്ത്. അങ്ങനെ ആയിരിക്കും ഇത് മറിച്ചെടുക്കുമ്പോൾ നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇനി ഇതിലൂടെ ഒരു പ്രസ് അടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്രസ് അടി കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി എന്തായാലും നമ്മളിവിടെ പൈപ്പിങ് ചെയ്യും കേട്ടോ. അപ്പം ഇനി അടുത്തത് ഏറ്റവും അടിയിൽ നമ്മുടെ കോട്ടൺ ക്ലോത്ത്, പിന്നെ അതുപോലെ സാറ്റിന്, പിന്നെ നമ്മുടെ നെറ്റ് ക്ലോത്ത്, ഇങ്ങനെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് അതിലൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ഈ ഒരു ആം ഹോളിൻ്റെ ഇവിടെയും കഴുത്തിൻ്റെ 2 നെക്കിൻ്റെ ഭാഗത്തും നമ്മൾ പൈപ്പിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ ജസ്റ്റ് ഞാൻ ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ക്രോസ് പീസ് എടുത്തിട്ട് ഞാനിവിടെ ഈ ഒരു നെക്ക് അതുപോലെ തന്നെ 2 ഷോൾഡറും കൂട്ടിയതിന് ശേഷമാണ് കേട്ടോ ആം ഹോള്, ഇതിൻ്റെ നെക്കും പിന്നെ ഈ ഒരു റൗണ്ടും നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്യുന്നത് ഈ ഒരു പൈപ്പിങ്ങിൻ്റെ ഒരു ക്രോസ് പീസ് വെച്ചിട്ടാണ്. ഇതുപോലെ നമ്മളിങ്ങനെ ചീത്ത വശത്ത് വെച്ചിട്ട് നല്ല വശത്തേക്ക് മറിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഷോൾഡർ കൂട്ടി വെക്കുകയാണ്. അതിന് ശേഷം ഈ 2 നെക്കുകളും ആം ഹോളും പിന്നെ ആ ഒരു റൗണ്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ല. അപ്പോൾ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഇതിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടിവശത്തേക്കുള്ള നെറ്റ് മുറിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു നെറ്റിന് നമ്മൾ ഇറക്കം നമ്മൾ എടുക്കുന്നത് 11.5 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 2 വയസ്സുള്ള കുട്ടിക്ക്, ഏകദേശമല്ല കറക്റ്റ് 2 വയസ്സുള്ള കുട്ടിയുടെ അളവാണ് കേട്ടോ ഞാനീ പറയുന്നത്. അപ്പോൾ ഇത് നെറ്റിന് നമുക്ക് കഴിയുന്നിടത്തോളം പരമാവധി ഒരു വീതിയിൽ മുറിച്ചെടുത്തതിന് ശേഷം 11.5 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഈ വീതി ഫുള്ള് നമുക്ക് ജോയിൻ ചെയ്തെടുക്കേണ്ടതുണ്ട്. എല്ലാ പീസും നമുക്ക് ജോയിൻ ചെയ്യേണ്ടതുണ്ട്. ശേഷം ജോയിൻ ചെയ്ത ശേഷം ചെയ്യേണ്ടത് ഇത് ഇവിടുന്ന് തൊട്ട് വലിയ സ്റ്റിച്ചിൽ നമ്മൾ അങ്ങോട്ട് ഫുള്ളായിട്ട് ഏറ്റവും എൻ്റെ ഭാഗം വരെ മെഷീൻ്റെ വലിയ സ്റ്റിച്ചിൽ വെച്ചതിന് ശേഷം ഇത് ഇവിടെ 2 നൂലുണ്ടാവും. അതിലൊരു നൂലിങ്ങനെ വലിച്ച് നമ്മൾ നെറിവിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേ നെറിവിട്ട് കൊടുത്ത് നല്ല വൃത്തിയിൽ നല്ല ഒരു ഭംഗിയിൽ ഇതേ ഇവിടെ ഇങ്ങനെ നെറിയിട്ട് കൊടുത്തിട്ട് ഇതേ ഇതുപോലെ നമ്മൾ നെറ്റ് ക്ലോത്ത് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് ഇതിനെ പാകാക്കിയിട്ട് നമ്മൾ നെറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ സാറ്റിൻ ക്ലോത്തിലും ഇതുപോലെ നെറിവിട്ട് കൊടുക്കണം ഇതിൻ്റെ ലൈനിങ്. പക്ഷേ ഇത്ര തന്നെ നെറി വേണ്ട കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര നെറിയിൽ ചെയ്യാം, ഇത്ര ലെങ്ത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. കാരണം നമുക്ക് നല്ല പൊങ്ങിയിട്ടൊന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം അത്ര നെറിയിൽ ഇട്ടാൽ മതി. ഞാൻ കുറച്ച് നെറിയിലേ ഇട്ടിട്ടുള്ളൂ, കാരണം നമുക്ക് അത്ര തന്നെ പൊങ്ങി നിൽക്കണം. നമ്മുടെ അടിയിൽ ഷെഫ് നെറ്റൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ലൈനിങ്ങിന് എങ്ങനെ മുറിച്ചെടുക്കുന്നത് നോക്കാം. മറ്റേ നമ്മൾ സാധാരണ മുറിച്ച പോലെ തന്നെ കേട്ടോ. ഇത് നമുക്ക് കറക്റ്റ് ഒരു 9.5-10 ഇഞ്ചൊക്കെ ലെങ്ത്തിൽ മതി കേട്ടോ. കാരണം മറ്റേൻ്റെ അത്ര തന്നെ ലെങ്ത്തിൽ കിട്ടരുത്. പിന്നെ ഇത് നമ്മുടെ അരവണ്ണത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ച് വീതിയിൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്, നമ്മൾ ഷിമ്മിക്കൊക്കെ ചെയ്യുന്ന പോലെ. എന്നിട്ട് നമ്മൾ ഇതേ ഒരു ഷെഫ് നെറ്റ് ഞാൻ ഏകദേശം ഒരു 3 ഇഞ്ച് വീതിയിലോ അല്ലെങ്കിൽ 4 ഇഞ്ച് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് പൊക്കത്തിന് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അതിന് ശേഷം ഇതേ നമ്മളിങ്ങനെ നെറിവിട്ടിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇതേ കണ്ടില്ലേ, കുറച്ച് പൊങ്ങിയിട്ട് വരണേ. നമ്മുടെ ഏറ്റവും എൻ്റെ ഭാഗത്ത് തന്നെ ഇത് നിൽക്കരുത് കേട്ടോ. കുറച്ച് പൊക്കത്തിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അടിവശത്ത് കുത്തിയിട്ട് കുട്ടികൾക്ക് അതൊരു തടസ്സമാവും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൊക്കിയിട്ട് വേണം നെറിവിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് മുകളിൽ നമ്മൾ സാറ്റിൻ ക്ലോത്ത്, അതിന് മുകളിലാണ് നമ്മുടെ നെറ്റും കൂടെ വെക്കുന്നത്. അപ്പോൾ നല്ല വൃത്തിയിൽ തന്നെ കിട്ടും. അപ്പോൾ നമുക്കിത് ഫുള്ള് ജോയിൻ ചെയ്തിട്ട് വന്നാലോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ട് ഇനി ഫുള്ളും സൈഡ് കൂട്ടുന്ന പണിയുള്ളൂ. അപ്പോൾ അതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ബാക്കിൽ വെക്കാൻ ഒരു നല്ല കുഞ്ഞ് ബോ ഉണ്ടാക്കിയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് സൈഡ് കൂട്ടുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ബോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഈ ഒരു നെറ്റും കൂടെ എടുത്തിട്ട് നമുക്ക് ബോയും കയറും ഒക്കെ ഉണ്ടാക്കിയിട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാക്കി വന്നിട്ടുള്ള ക്ലോത്തിന് എത്ര ലെങ്ത്ത് വേണം, നമ്മുടെ കയറിന് എത്ര ലെങ്ത്ത് വേണം, അതുപോലെ നമ്മുടെ ബോയൊക്കെ എത്ര ലെങ്ത്ത് വേണം എന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള നെറ്റ് നമ്മുടെ വർക്കിൽ വന്നിട്ട് ബാക്കി വന്നിട്ടുള്ള നെറ്റാണിത്. അതിന് ഞാനൊരു പകുതി ആക്കിയിട്ട് ഇതേ കുറച്ചൊന്നും ഇവിടെ ഒരു ബോക്ക് വേണ്ടിയിട്ട് ഒരു 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. ശേഷം വന്നിട്ടുള്ള ഈ ഒരു പീസിനെ 4 ആക്കി വെച്ചിട്ട് നമുക്ക് കയറിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ തുണിയിൽ നിങ്ങൾക്ക് എത്രത്തോളം തുണി നിങ്ങളുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ചിട്ട് ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കയറിന് വേണ്ടിയിട്ട് ഇതേ 4 ആക്കി മടക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതേ നമ്മൾ ഈ ഒരു വർക്കില്ലാത്തൊരു ചെറിയൊരു ഭാഗം ഉണ്ട് കേട്ടോ, ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഇവിടെ നിങ്ങളുടെ ഒരു 2.5 ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു 3 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ക്രോസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ കയറ് കുറച്ച് ക്രോസിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശേഷം ഇവിടെ നമ്മളൊരു 2 ഇഞ്ച് എടുത്തതിന് ശേഷം നമ്മൾ നേരെ ഇതിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മെയിൻ ക്ലോത്തിൽ മാത്രമാണ്. ഇനി നമുക്ക് ലൈനിങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ സാറ്റിൻ ക്ലോത്തും ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ 4 ആക്കി വെച്ചുകൊടുത്താൽ മതിയിട്ട്, എന്നിട്ട് ഇത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കട്ടായി വന്നോളും. ഓക്കെ, അപ്പോൾ അങ്ങനെ 4 പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കയറിട്ട്. അപ്പോൾ നമ്മളിത് ചെയ്യുന്നത് നല്ല ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിൽ സാറ്റിൻ ക്ലോത്ത് നമ്മൾ പുറത്തേക്ക് വരുന്ന രൂപത്തിലാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ഇതിനെ മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒറ്റയ്ക്കുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, വേറെ ഇട്ടിട്ട് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടെ ആയി പോകുമ്പോഴത്തേന് കൂടുതൽ ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് വേഗത്തിൽ പറയുന്നത് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമുക്ക് ബോ റെഡി ആക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേ നമ്മുടെ സാറ്റിൻ ക്ലോത്തും അതുപോലെ തന്നെ നമ്മുടെ നെറ്റും കൂടെ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലത്തെ 4 പീസാക്കി മടക്കിയിരുന്നല്ലോ, അതിൽ ഒന്ന് ഇതും ഒന്ന് അതുമാണ്. അങ്ങനെ 2 പീസുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ സാറ്റിൻ ക്ലോത്ത് വെച്ചിട്ട് ഇതേ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ചെറിയൊരു ഒരു സ്ഥലം വിട്ടിട്ട് ഞാനിത് ഫുള്ള് 4 ഭാഗത്തും കൂട്ടി അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു ജസ്റ്റ് ഒരു 3 ഇഞ്ചോളം വിട്ടിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ നമുക്കിതിങ്ങനെ പുറം മറിച്ചിട്ട് എടുക്കാനുള്ള, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇത് കുറച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ആക്കിയിട്ട് തന്നെ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ ഇത് ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഇനി ഒരു ക്ലോസ് ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമുക്കത് ചുറ്റിന് നമുക്കൊന്ന് കൂട്ടി അടിച്ചു കൊടുക്കാം. അപ്പോൾ എന്തായാലും അവിടെയും കൂടെ ഫിനിഷ് ആയി കിട്ടിക്കോളും. അപ്പോൾ ഇതിങ്ങനെ ഇത് ഒപ്പം വെച്ചിട്ട് 2 ചതുര പീസെല്ലാം ഒപ്പം വെച്ചതിന് ശേഷം ഇത് ഇവിടെ ഇങ്ങനെ ഒന്നിങ്ങോട്ട് പിടിച്ചിട്ട് ഒന്നിങ്ങോട്ട് തുന്നി കൊടുക്കുക അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഈ ബാക്കി വന്നിട്ടുള്ള വെട്ട് പീസുകളൊന്നും കളയരുത്, നമുക്ക് വെള്ളപ്പിടിപ്പുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അതിന് ശേഷം ഇവിടെ നല്ലപോലെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് അതിനൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുമ്മൽ വെച്ചിട്ട് നമ്മൾ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ല ഞാൻ എല്ലാം അടിച്ചെടുക്കാനാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ നല്ല കയറും ബോയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഡ്രസ്സിലേക്ക് നമുക്ക് അറ്റാച്ച് ചെയ്ത് പിടിപ്പിക്കണം. അപ്പോൾ ഇതൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ ഓരോരോ വശത്തും ബട്ടർഫ്ലൈ പോലെ ആയിട്ട് വരുന്ന അതിൻ്റെ ഓരോരോ വശത്തും ഞാൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് ഒരു നല്ല പെർഫെക്ഷനിൽ നിൽക്കുക. അല്ലെങ്കിൽ നമ്മൾ കുട്ടികൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് പോകും. പിന്നെ നമുക്ക് സൈഡൊക്കെ ഒന്ന് കൂട്ടി കൊടുക്കുക. ഇവിടെ ചെറിയൊരു ഹുക്കും വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വ്യൂ ആണിത്. പിന്നെ നമുക്ക് മുന്നിലേക്ക് ചെറിയ ഫ്ലവർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്കൊരു കുഞ്ഞ് ഹെയർ ബാൻഡ് ഒരു കുഞ്ഞ് മാസ്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഉടൻ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടേക്ക് കെയർ, ബൈ.